എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉത്തരം, മനുഷ്യനെ സ്നേഹിച്ച് ഈ ഉലകത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അങ്ങനെ മരിച്ച ഒരു വ്യക്തിയുടെ പേര്, ചരിത്രവും ഭൂമി എന്ന് ചോദിച്ചാൽ ഏത് കുഞ്ഞും വിളിച്ചു പറയാൻ മടിക്കാത്ത ഒരു പേരാണ് യേശു എന്ന പേര്. കാരണം യേശു അബദ്ധർക്ക് വേണ്ടി അല്ല, പാപികളായിരുന്ന നമുക്ക് വേണ്ടി മരിച്ചവനാണ് കർത്താവായ യേശു. എത്ര സ്നേഹമാണെന്ന് നോക്കിയേ. ഇന്ന് ഈ പകലിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് വന്നതല്ല, മറിച്ച് ഇതാണ് ഏറ്റവും നല്ല പണി, അതുകൊണ്ടാണ് വന്നത്. മാത്രമല്ല, ഒരു കാലത്ത് മദ്യപിച്ച് ദുശീലങ്ങളിൽ അകപ്പെട്ടു. എനിക്കൊട്ടും യോഗ്യതയില്ല ഈ സുവിശേഷം പ്രസംഗിപ്പാൻ. കർത്താവ് എന്നെ യോഗ്യനാക്കിയതാ. കാരണം എന്റെ 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ മദ്യപാനങ്ങൾക്ക് അടിമപ്പെട്ട് പോലീസിനാൽ 2 പ്രാവശ്യം പിടിക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോയ ഒരു ജീവിതമായിരുന്നു എന്റെ ജീവിതം. ഒരു സാഹചര്യത്തിലും എനിക്ക് ഉയർന്നു വരാൻ പറ്റില്ല. നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു, അവൻ കഴിഞ്ഞു, അവൻ മദ്യപാനിയായി മാറി, അവൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു, ഇനി അവന്റെ ജീവിതം കഴിഞ്ഞു എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചു. എന്നാൽ മദ്യത്തിന്റെയും ദുശീലങ്ങളുടെയും അടിമത്തത്തിൽ അകപ്പെട്ട എന്നെ രക്ഷിക്കാൻ കർത്താവായ യേശുവിന്റെ സുവിശേഷത്തിന് കഴിഞ്ഞു എങ്കിൽ ഇന്ന് പകലിലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഈ സുവിശേഷം ഒരു ദേശത്തെ രക്ഷിക്കുന്നതാണ്. ഈ സുവിശേഷം അനേക വ്യക്തികളെ രക്ഷിക്കുന്നതാണ്. എനിക്കറിയാം, ലക്ഷക്കണക്കിന് കുറ്റവാളികളായവർ ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. കാരണം അവരാരെയും സുവിശേഷം തള്ളിയില്ല, അവരെല്ലാവരെയും സുവിശേഷം രക്ഷിച്ചതേയുള്ളൂ. അതിലൊരാൾ മാത്രമാണ് ഈ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. രാത്രികളിൽ അർത്ഥബോധാവസ്ഥയിൽ മദ്യപിച്ച് ദുശീലങ്ങളിൽ അകപ്പെട്ട് രാത്രിയിൽ എന്റെ വീട്ടിൽ വരുമ്പോ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരമ്മ, മദ്യപാനിയായി ദുശീലങ്ങളിൽ അകപ്പെട്ട മകന്റെ മാനസാന്തരത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ മകനാണ് ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നത്. എന്നെ മാറ്റി എന്നെ രക്ഷിച്ച സത്യമാണ് സുവിശേഷം. സുവിശേഷം ഒരു കെട്ടുകഥയല്ല, സുവിശേഷം ഒരു നുണയല്ല, സുവിശേഷം സത്യമാണ്. കാരണം ലോക ചരിത്രത്തെ BC എന്നും BDC എന്നും ഒക്കെ തിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം AD എന്നും PC എന്നും തിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരടയാളം വെച്ചതാണ് സുവിശേഷം. ഈ ഭൂമിയുടെ മറ്റ് മനുഷ്യനായി വന്ന് സ്വന്തം ശരീരത്തിൽ മാനവകുലത്തിന്റെ പാപത്തെ ഏറ്റെടുത്ത് രക്തം ചിന്തി പാപക്കറ കഴുകിക്കളയുവാൻ തിരുമനസ്സായ യേശു ക്രിസ്തുവിന്റെ സത്യമാണ് സുവിശേഷം. അത് നിത്യമാണ്, അതിന് മാറ്റം ഇല്ല. ഇല്ലേ? എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത് ഒരിറ്റ സമാധാനമല്ലേ? എല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത് ഒരു ആശ്വാസമല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സ്നേഹിക്കാൻ ആളില്ല. ഇനി മക്കളോട് ചോദിച്ചാലോ അവർ പറയുന്നത്, ഞങ്ങളെ കരുതുവാൻ ആളില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവിടുകയില്ല. പ്രിയ സ്നേഹിത, മനുഷ്യനെ കൈവിടാത്ത, മനുഷ്യനെ ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. എന്റെ ദുസ്വഭാവം നിമിത്തം എന്റെ നാട്ടുകാർ എന്നെ വെറുത്തു, എന്റെ വീട്ടുകാർ എന്നെ വെറുത്തു. എന്നാൽ എന്നെ വെറുക്കാതെ എന്നെ സ്നേഹിച്ച സത്യമാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. അരയിൽ മദ്യക്കുപ്പിയും പിടിച്ച് അരയിൽ മദ്യക്കുപ്പിയും കയറ്റി യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പലപ്പോഴും മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുകളിലൂടെ ഞാൻ കടന്നുപോയി. ഞാനിത് പറയുന്നത് 1 വർഷത്തിന് മുമ്പുള്ള കാര്യമല്ല, ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം മനസ്സില്ല മനസ്സോടെ പോയി കേട്ടു. എന്നാൽ ആ സുവിശേഷം എന്നെ സ്നേഹിച്ചു. ഞാൻ ആ സുവിശേഷത്തെ ഹൃദയം കൊണ്ട് പോലും അംഗീകരിക്കാത്ത ഒരു കാലമായിരുന്നു അത്. ഇതുപോലെ നാൾ കവലകളിലും തെരുവുകളിലും സുവിശേഷം അറിയിക്കുന്നവരെ ഞാൻ പറഞ്ഞിരുന്നത് പൈസ ഉണ്ടാക്കാൻ നടക്കുന്നവർ, ആത്മീകത വിറ്റ് സമ്പത്തുണ്ടാക്കുന്നവർ,
എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ സുവിശേഷം മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് ഈ സത്യം കേൾക്കുന്ന പലർക്കും സ്വാതന്ത്ര്യമുണ്ടാകും. കുടുംബത്തിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് ഈ സുവിശേഷം സമാധാനം തരും. മദ്യപാനത്തിലും ദുശീലങ്ങളിലും അകപ്പെട്ട പ്രിയമക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഈ സുവിശേഷം മറുപടി നൽകും. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട്. ഇത് തള്ളുന്ന നാമമല്ല, ഇത് കൊല്ലുന്ന നാമമല്ല, ഇത് മനുഷ്യനെ മാറ്റി നിർത്തുന്ന നാമമല്ല, ഇത് മനുഷ്യനെ സ്നേഹിച്ച അത് കാൽവരിയുടെ ക്രൂശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോഴും കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഇവരോട് ക്ഷമിക്കണമെന്നാണ്. പ്രിയ സ്നേഹിത, ഇങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ പറഞ്ഞ ഒരുവനെ ഉലകത്തിലുള്ളൂ, അത് യേശുവാണ്. പ്രതികാരം ചെയ്യാൻ വന്ന ദൈവമല്ല യേശു, സ്നേഹിക്കാൻ വന്ന ദൈവമാണ് യേശു. അവന്റെ സ്നേഹം നിസ്തുല്യമാണ്. യേശുവിന്റെ സ്നേഹത്തെ നമുക്ക് ഏതിനോട് ഗുണപ്പെടുത്തുവാൻ സാധിക്കും? അമ്മയുടെ സ്നേഹമോ? ലോകവും ചരിത്രവും പറയുന്നു ഈ ഭൂമി കണ്ട സ്നേഹത്തിൽ ഏറ്റവും വലുത് അമ്മയുടെ സ്നേഹമാണെന്ന്. ശരിയാണോ എന്നൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമ്മൾ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലും യൂട്യൂബുകളിലും ഒക്കെ നമ്മൾ കാണുന്നു, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വഴിയിൽ വലിച്ചെറിയുന്ന അമ്മമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇല്ല, ശരിയല്ലേ? ജനിച്ച കുഞ്ഞിന്റെ കഴുത്ത് ധരിച്ചു കൊന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി വലിച്ചു കുപ്പത്തൊട്ടിയിൽ ഇടുന്ന അമ്മമാരുടെ എണ്ണം ഈ ഭൂമിയിൽ വർദ്ധിക്കുകയാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുകളയുന്ന അപ്പന്മാരുടെ വേലികളും ചരിത്രമായി മാറുമ്പോൾ ഇന്ന് പകലിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു കൊന്ന ദൈവമല്ല, മറിച്ച് നമുക്ക് വേണ്ടി മരിച്ച ദൈവമാണ്. ഇത്രയും വലിയ സ്നേഹം എവിടെ കാണാൻ പറ്റും? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളം കാൽവരിയിലെ ക്രൂശാണ്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നൊന്ത് പടയുമ്പോഴും യേശു പറഞ്ഞു ഇവരോട് ക്ഷമിക്കാം. കണ്ടോ, എത്ര വലിയ സ്നേഹമാണ്. എന്നാൽ സുവിശേഷം ക്രൂശ് കൊണ്ട് അവസാനിച്ച ഒന്നല്ല, മറിച്ച് അടക്കപ്പെട്ട യേശു മൂന്നാമത്തെ നാൾ ഉയർത്തെഴുന്നേറ്റും ഇന്നും ജീവിക്കുന്നു. ഞാൻ പണ്ട് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ ഉത്തരം ഇല്ലെന്നാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ എനിക്ക് പറയാനുള്ളത് ദൈവം ഉണ്ടെന്നാണ്. അടുത്തത് കാൽവരി ക്രൂശിൽ നിസ്സഹായനായി മരിച്ച യേശുവിനെ അമ്മയോട് ഞാൻ ചോദിച്ചതാ, എന്നെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? സ്വന്തം ജീവനെ രക്ഷിക്കാൻ പറ്റാത്ത കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനെ എന്നെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അമ്മയ്ക്ക് അതിനും ഉത്തരമില്ല. അമ്മയ്ക്ക് രണ്ട് ചോദ്യത്തിനും ഉത്തരമില്ലെങ്കിലും ആ ചോദിച്ചത് കേട്ട ഒരു ദൈവം നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉത്തരമരളി. ഞാൻ ഇന്ന് വൈവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്തവണ്ണം യേശുവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. കർത്താവിന്റെ കാത് നന്ദി ഭവിച്ചിട്ടില്ല. കർത്താവിന് മതമില്ല, കർത്താവിന് ജാതിയില്ല, കർത്താവിന് വംശമില്ല, കർത്താവിന് ഡിനോമിനേഷൻ ഇല്ല, കർത്താവിന് കളറിന് വ്യത്യാസമില്ല, ഭാഷകൾക്ക് വ്യത്യാസമില്ല, ഗോത്രങ്ങൾക്ക് വ്യത്യാസമില്ല. സകല മനുഷ്യരെയും സ്നേഹിച്ച മഹാസ്നേഹമാണ് കാൽവരിയിലെ അക്രൂശിൽ യാഗമായി മാറിയ യേശുക്രിസ്തു. യേശുക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. യേശു കർത്താവ് മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ക്രിസ്തു മതം സ്ഥാപിക്കാനാണോ? അല്ല, ഒരിക്കലുമല്ല. യേശു ക്രിസ്തു അങ്ങനെ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം സന്തോഷമാണ്, ദൈവരാജ്യം സമാധാനമാണ്, ദൈവരാജ്യം പരിശുദ്ധാത്മാവിനാലാണ്, വിശുദ്ധമാണ്. ഇത് മൂന്നും സ്ഥാപിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. യേശു ഒരു മതസ്ഥാപകനല്ല, യേശു ഒരു സ്നേഹ സ്ഥാപകനാണ്. മരിച്ച് സ്നേഹം തെളിയിച്ചവനാണ്. ഞാൻ ഇന്ന് പ്രസംഗിക്കുകയാണ്, പക്ഷെ യേശു പ്രസംഗം കൊണ്ട് അവസാനിച്ചവനല്ല, പ്രസംഗിച്ചത് പ്രവർത്തിച്ചു കാണിച്ചതാണ്. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന്. യേശു അത് ചെയ്തു. അതാണ് കാൽവരിയിലെ ക്രൂശ്. യേശു പ്രസംഗിച്ച് അവസാനിപ്പിച്ച ദൈവമല്ല, മറിച്ച് പ്രസംഗിച്ചത് അതുപോലെ ചെയ്ത ദൈവമാണ്. എന്നാൽ കഴിഞ്ഞില്ല കേട്ടോ. മൂന്നാം നാൾ കല്ലറ തുറന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. എന്നാൽ അവൻ വേഗത്തിൽ വരും. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ. പ്രിയ സുഹൃത്തെ, ഒരു കാലത്ത് മദ്യപിച്ചും മയക്കമരുന്നുകൾക്ക് അടിമപ്പെട്ടും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട് ഒരു മുടി കയറിൽ ഒരു കുപ്പി വിഷത്തിൽ ഒക്കെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ച ആ കാലയളവിന്റെ അകത്ത് നിന്ന് എന്നെ രക്ഷിച്ച രക്ഷകനാണ് കർത്താവായ യേശു. ഞാൻ ഇന്ന് ഉയർത്തുന്നത് ഒരു മതത്തെയല്ല, ഞാൻ ഇന്ന് ഉയർത്തുന്നത് ഒരു പ്രസ്ഥാനത്തെയല്ല, എന്നെ രക്ഷിച്ച രക്ഷകനെയാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. എന്താണ് രക്ഷകൻ? പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നവന്റെ പേരാണ് രക്ഷകൻ. ശാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നവന്റെ പേരാണ് രക്ഷകൻ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മനുഷ്യനെ രക്ഷിക്കുന്നവന്റെ പേരാണ് രക്ഷകൻ. ആ രക്ഷകനാണ് കർത്താവായ യേശു. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. ഇതിന് സമ്പത്തിന് ചെലവില്ല, ഇതിന് കാണിക്ക കൊടുക്കണ്ട, ഇതിന് ഉപവസിക്കണ്ട, ഇതിന് കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ ഇന്ന് ഒന്ന് പറഞ്ഞാൽ മതി, യേശുവേ അങ്ങാണ് എന്റെ രക്ഷകൻ. പ്രിയ സ്നേഹിത, നിങ്ങൾ പറയുന്ന ക്ഷണത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം ഒരു സമാധാനത്തെ ഇറക്കും. മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരും. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് ഈ ദേശത്തെ സ്നേഹിക്കുക, ഈ ദേശവാസികളെ സ്നേഹിക്കുക. ഇതാണ് സുവിശേഷം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ഒരു വാക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. എന്റെ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ശ്രമിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ പിതാവേ, ദേശത്തിനായി പ്രാർത്ഥിക്കുക. ഒരു കാലത്ത് മദ്യത്തിലും ദുശീലങ്ങളിലും അടിമപ്പെട്ട് ജീവിതം തകർന്ന എന്നെ രക്ഷിച്ച രക്ഷകനെ ഞാൻ ഈ ദേശത്ത് പറഞ്ഞു. ഞാൻ ഒരു മതത്തെ പറഞ്ഞില്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് രക്ഷകനെയാണ്, രക്ഷിക്കുന്ന രക്ഷകനെ. ഈ ഏരിയയിലെ കുടുംബങ്ങളിൽ അങ്ങ് രക്ഷകനായി വെളിപ്പെടണം. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് അങ്ങ് സമാധാനം നൽകണം. ഏതെങ്കിലും മാതാപിതാക്കൾ സങ്കടപ്പെട്ട് നൊന്ത് മക്കളുടെ മദ്യപാനവും ദുശീലങ്ങളും നിമിത്തം വേദന അനുഭവിക്കുന്നെങ്കിൽ കർത്താവേ, മദ്യത്തിന്റെ ദുശീലങ്ങളുടെ അവസ്ഥയിൽ നിന്ന് കർത്താവ് നടക്കണം.